ഉത്തർപ്രദേശിൽ ഗോ സംരക്ഷണത്തെ ചൊല്ലി സന്യാസി സമൂഹവും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് 40 ദിവസത്തെ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. ജ്യോതിർമഠം സ്വാമിയായ അവിമുക്തേശ്വരാനന്ദാണ് ഈ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഗോമാതാവിനെ രാജ്യമാതാവായി പ്രഖ്യാപിക്കണം, ബീഫ് കയറ്റുമതി നിരോധിക്കണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ വ്യാജ ഹിന്ദുവായിട്ട് പരിഗണിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഗോസംരക്ഷണം ഉത്തർപ്രദേശിലെ ഹിന്ദുത്വതയുടെ മറ്റൊരു കേന്ദ്ര ബിന്ദുവായി മാറുന്നുണ്ട്. പ്രയാഗ്രാജിലെ മാഘാമേളയിൽ ശങ്കരാചാര്യർക്കെതിരെ സർക്കാർ നടത്തിയ നടപടിയാണ് ഈ തർക്കങ്ങൾക്കെല്ലാം തുടക്കമായത്. ശങ്കരാചാര്യർക്ക് യാത്ര ചെയ്യാൻ പല്ലക്ക് നൽകിയില്ല. ശങ്കരാചാര്യർ ആ മഠത്തിലേതാണെന്ന് കാണിക്കാനുള്ള തെളിവ് പോലീസ് ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതിന്റെ പേരിൽ മാഘാമേളയിൽ പങ്കെടുക്കാതെ ശങ്കരാചാര്യർ തിരിച്ചു പോവുകയും ചെയ്തു. ഇതിനുശേഷം 11 ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് വാരണാസിയിൽ കൂടിയ സന്യാസി സമൂഹം യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് ഞങ്ങളുടെ പദവിയുടെ തെളിവ് ചോദിച്ചു, ഞങ്ങൾ തെളിയിച്ചു. ഇനി നിങ്ങൾ ശരിക്കും ഒരു ഹിന്ദുവാണെന്ന് തെളിയിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് സന്യാസി സമൂഹം പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് ശങ്കരാചാര്യരുടെ മഠമെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, പശുവിനെ രാജ്യമാതാവായിട്ട് പ്രഖ്യാപിക്കണം. മഹാരാഷ്ട്രയിൽ അവർ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്തർപ്രദേശിലും പ്രഖ്യാപിക്കണം എന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബീഫ് കയറ്റുമതി നിരോധിക്കണം. രാജ്യത്തിലെ 40% ഇറച്ചി കയറ്റുമതി നടക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ബീഫാണെന്ന പേരിൽ പശു ഇറച്ചിയാണ് കയറ്റുമതി ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 40 ദിവസങ്ങൾക്കിടയിൽ ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ സന്യാസി സമൂഹം വാരണാസിയിൽ ഒത്തുചേരുകയും യോഗി ആദിത്യനാഥിനെ വ്യാജ ഹിന്ദുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അദ്ദേഹം കാവി ധരിച്ച കാൽനേമിയാണെന്ന് ഇവർ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെ ഇത്രയും വലിയൊരു ഹിന്ദു നേതാവിനെതിരെ സന്യാസി സമൂഹം തിരിഞ്ഞത് വലിയ അമ്പരപ്പാണ് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 1996 ഇന്ദിരാഗാന്ധിക്കെതിരെ നടന്ന ഗോ സംരക്ഷണ പ്രക്ഷോഭം പോലെയാണ് ഇതെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ വാസസ്ഥലമായ ഉത്തർപ്രദേശ് ഒരു ഇറച്ചി കയറ്റുമതിയുടെ കേന്ദ്രമാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ അന്ത്യശാസനത്തോട് ഉത്തർപ്രദേശ് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. ഇത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നുണ്ട്.